നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് PVR ഫോറം മോളിലെ ലെഗ് സ്ക്രീനിനെ കുറിച്ച് പറയാനാണ്. അവിടുത്തെ OD8ഉം OD9ഉമാണ് ലെഗ് സ്ക്രീൻ. നമ്മൾ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ വേറൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ലെഗ് സ്ക്രീനിന്. പിന്നെ അവിടെ ലെഗ് സ്ക്രീനിന് അതിൻ്റേതായ വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വേറൊരു എക്സ്ട്രാ ആയിട്ട് കൊടുത്തത് എൻട്രൻസ് ഒക്കെ കൊടുത്തത് നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടുത്തെ രണ്ട് ലെഗ് സ്ക്രീൻ, അത് OD8 OD9ഉം ഫ്ലാറ്റ് സ്ക്രീൻസാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ആംബിയൻസ് കാണാം, അടിപൊളിയാണ്. കിടിലൻ സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും ഇവർക്ക് ഇവരുടേതായ സ്നാക്ക് കൗണ്ടേഴ്സും എല്ലാം ഉണ്ട്. നല്ല കിടിലൻ ലുക്കിലാണിത് പണിതിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇവിടുത്തെ റേറ്റ്സ് കൂടുതലാണ്. ഇപ്പം ഞാൻ കണ്ടപ്പോൾ 260 ഇപ്പം അത് കറൻ്റ്ലി 300-400 ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ PVR ലുലു മോളിൽ ഓൾറെഡി 550-600 പോണത്. കുറച്ച് കഴിയുമ്പോൾ കാശ് കൂടുന്നറിയാം. പക്ഷേ ഇതാണ്, അതുകൊണ്ട് കറക്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ. കാശ് ഇനിയും കൂടുകയേ ഉള്ളൂ, കുറയില്ല. ഞാൻ കണ്ടപ്പോൾ 260 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇപ്പോൾ എനിക്കൊണ്ട് ഏതെങ്കിലും ഒരു സിനിമയ്ക്കൊക്കെ 300 കാണും. അത് വേറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും കിട്ടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ലുക്കൊക്കെയാണ്. പക്ഷേ ഒബ്വിയസ്ലി ഇത് ഒരു ഭയങ്കര ഹൈ സ്പെക്കഡ് ഇതൊന്നുമല്ല. 2K ലേസറും Dolby 7.1 ആണ്. ഇതാണ് അവിടുത്തെ ഫുഡിൻ്റെ മെനു. ഞാൻ ചുമ്മാ എല്ലാം കാണിച്ചെന്നേ ഉള്ളൂ. നല്ല ഹൈ കോസ്റ്റ്ലി ആണ്, നിങ്ങൾക്ക് കാണാം. നമ്മളെ പോലെ, അതായത് എന്നെപ്പോലുള്ള സാധാരണ ആൾക്കാർ, ഞാനൊന്നും എന്തായാലും ഇത് വാങ്ങിച്ച് കഴിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, അതായത് ടിക്കറ്റ് റേറ്റ് കുറവാണ്, ഞാൻ കയറി കണ്ടെന്നേ ഉള്ളൂ. നല്ല ആംബിയൻസ് ആണ്. ആ ആംബിയൻസിലേക്ക് സിനിമ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതായത് തിരക്കൊന്നും ഇല്ലാണ്ട് സമാനത്തോടെ അവിടെ ഇരുന്ന് ഭയങ്കര കംഫർട്ടബിളായിട്ട് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് PVR ഗോൾഡിലെ തിരക്കുണ്ട്, നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്. ഇപ്പോൾ ഇൻസിഗ്നിയ എന്ന് പറയുന്ന മെനു എക്സ്ട്രാ മെനു ആണ്. അത് ഇനോക്സുകാരുടെ ഗോൾഡാണ്, ലക്ഷറി സ്ക്രീനാണ് ഇൻസിഗ്നിയ. അപ്പോൾ അവർ രണ്ടും ഒന്നായതുകൊണ്ട് അതിൻ്റെ ഒരു മെനു കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു സ്നാക്ക് കൗണ്ടർ കാണാം. എൻ്റെ പുറകിലും ഒരു സ്നാക്ക് കൗണ്ടർ കൂടിയുണ്ട്. പിന്നെ ബാക്കി ഒരു സിറ്റിംഗ് ഏരിയാസാണ് നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ അറേഞ്ച്മെൻറ്റ് സൂപ്പറാണ്, കിട്ടിലാണ്, കാണാൻ നല്ല ക്ലാസ്സാണ്. ഇതാണ് അവരുടെ ടോയ്ലറ്റ്. നിങ്ങൾക്ക് കാണാം, ഭയങ്കര കാര്യമായ ലക്ഷറിയസ് ആയിട്ടുള്ള ഇതും സോപ്പും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മിററൊക്കെയാണ്, നല്ല ലൈറ്റിംഗ് ആണ്. ഒബ്വിയസ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെല്ലാം PVR അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ OD8 കയറുന്നത്. OD9 ആക്ച്വലി ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടന സമയത്താണ്. പക്ഷേ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യില്ല. ഈ സിനിമ കാണാൻ ആകെ 2-3 പേരുള്ളൂ. ഞാനൊരു മൈദ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയാണ് അന്ന് കണ്ടത്. വീഡിയോയുടെ ഇത്തിരി വൈകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് കയറി ചെന്നതിന് ഡയറക്റ്റ് കാണാവുന്ന ആ വലിയ ആ OD സൈസിനനുസരിച്ച് ഭയങ്കര വലിയൊരു സ്ക്രീനാണ്. ഫ്ലാറ്റ് സൈസ് ആയതുകൊണ്ട് നമുക്കത് വലിപ്പം വല്ലാണ്ട് ഫീൽ ചെയ്യും. ഞാൻ കണ്ട സിനിമ മൈതാനായതുകൊണ്ട് സ്കോപ്പിലായതുകൊണ്ട് ഫുൾ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ തലേ ദിവസം, അതായത് ഞാൻ ഉദ്ഘാടന ദിവസം കണ്ടപ്പോൾ അത് അടിപൊളിയായിരുന്നു. കാരണം ഞാനത് ആക്ച്വലി ഫുൾ സ്ക്രീനായിട്ടുള്ള ട്രെയിലേഴ്സൊക്കെയാണ് കണ്ടത്. ഇതാണ് ഇവിടുത്തെ സീറ്റിംഗ്. അടിപൊളി സീറ്റിംഗ് ആണ്, ഒന്നും പറയാല്ല. കാണാൻ അടിപൊളിയാണ്. അതാണ് നമുക്ക് നമ്മുടെ ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ടർ. സീറ്റിംഗ് കിടിലനാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫുള്ളി റിക്ലൈൻ ആവണതിൻ്റെ ഒപ്പം തന്നെ കഴുത്തിൻ്റെ അവിടെയും നടുവിൻ്റെ ഇവിടെയൊക്കെ സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ലൈറ്റിംഗ് ഒക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കിടുങ്ങനാണ്. ഞാൻ പറഞ്ഞ 260 എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി. പക്ഷേ 100 ഞാൻ ഒരിക്കലും ഇവിടെ കയറി കാണില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരുന്ന 2K ലേസർ പ്രൊജക്ടർ ആണെങ്കിൽ ആക്ച്വലി നല്ല ക്വാളിറ്റിയുള്ള പ്രൊജക്ഷനായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സൗണ്ട് 7.1 നല്ല സറൗണ്ട് സൗണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 4K ലേസർ കൊടുക്കാമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു സ്ക്രീനെങ്കിൽ അറ്റ്മോസ് ആക്കായിരുന്നു അവർക്ക്, ലെഗ് സ്ക്രീൻ ആണെങ്കിൽ. പിന്നെ ഇത് ഫ്ലാറ്റ് സ്ക്രീൻ ആക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലാറ്റ് സ്ക്രീൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലാറ്റ് സ്ക്രീൻ ഉള്ളതുകൊണ്ട് എനിക്ക് സൈഡിൽ ബ്ലാക്ക് വാർ തന്നെയാണ് ബുദ്ധിമുട്ട്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഇപ്രാവശ്യം പോപ്കോണും പെപ്സിയൊക്കെ ചുമ്മാ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നല്ല കാശായി. ഒബ്വിയസ്ലി ഇനി ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല കേട്ടോ, അത്രയും കാശ് കൊടുത്തിട്ട്. അത് അപ്പോഴത്തെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന. കണ്ടോ, നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം വേണമെങ്കിൽ അവിടെ സ്വിച്ചിൽ നോക്കി കഴിഞ്ഞാൽ ആൾ വരികയും ചെയ്യും. ഇത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. അവിടെ ലൈറ്റ്സ് ഉണ്ട് കണ്ട ബാക്കിൽ. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അത് ഓൺ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആളെ വിളിക്കാം. പിന്നെ നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാനുള്ള സ്വിച്ചുകളാണത്. സോറി, ഞാൻ അൾട്രാവൈഡ് ആക്കിയപ്പോൾ ഒട്ടും വെളിച്ചം കിട്ടുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ഫുള്ളി റിക്ലൈൻ ചെയ്ത് ഇങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗവും ഒക്കെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതും അടിപൊളിയാണ്. ഞാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് സിനിമ കണ്ടത്. കാരണം സിനിമ ഭയങ്കര വലുതായിരുന്നു. മൈതാനം ഓൾമോസ്റ്റ് 3 ഹവേഴ്സിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് ഈ സിനിമ കണ്ടത്. സ്കോപ്പ് സിനിമയുണ്ട്, ഫ്ലാറ്റ് സ്ക്രീനിൽ താഴത്തും മേനും ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. ഇതതിൻ്റെ സാമ്പിൾസ്. എന്തായാലും എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളാരും ലെഗ്സ് ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴത്ത് ഷെയർ ചെയ്യുക. ഇതാണ് ബെസ്റ്റ് ടൈം. അത് 600-500 ആവുന്നതിന് മുമ്പ് കാണാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഇതാണ്.
അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി താഴത്ത് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും പറയുക. എന്നാൽ ടിക്കറ്റ് റേറ്റ് കൂടുന്നതിന് മുമ്പ് കാണാൻ ശ്രമിക്കുക. എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.